പുട്ട് ഇഷ്ടമില്ലാത്ത കുട്ടികൾ വരെ ചോദിച്ച് മേടിച്ച് കഴിക്കുവേ. ഇതുപോലെ നല്ല കളർഫുള്ളായിട്ട് പുട്ട് ഉണ്ടാക്കി കൊടുത്താൽ ഇത് കളർഫുള്ളാക്കാൻ പച്ചക്കറി ചേർക്കുന്നുണ്ട്, അതും അവരുടെ വയറ്റിൽ ചെല്ലും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബീട്രൂട്ടും ക്യാരറ്റും ഇതുപോലെ വേവിച്ച് ചൂടാറിയതിന് ശേഷം അരച്ച് മാറ്റി വയ്ക്കാം. ഇനി നല്ല സോഫ്റ്റ് ആൻഡ് പ്ലഫി പുട്ട് കിട്ടാൻ നിറപറയുടെ വൈറ്റ് പുട്ടുപൊടി എടുക്കാം. ഈ ഒരു പുട്ടുപൊടി മാത്രമേ ഉള്ളൂ കേട്ടോ കേരളത്തിൽ വിറകടുപ്പിൽ സ്ലോ റോസ്റ്റ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന പുട്ടില്ലേ, അതിൻ്റെ അതേ സ്മെല്ലും അതേ ഒരു ടേസ്റ്റുമാണ് ഈ ഒരു പുട്ടുപൊടി കൊണ്ട് പുട്ടുണ്ടാക്കിയാൽ. അപ്പോൾ നമുക്ക് കളർഫുള്ളായിട്ടുള്ള പുട്ടുപൊടി റെഡിയാക്കാൻ വേണ്ടി ആദ്യം പുട്ടുപൊടിയിലേക്ക് ഉപ്പിട്ടിട്ട് ബീട്രൂട്ടിൻ്റെ പൾപ്പിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ക്യാരറ്റിൻ്റെ പൾപ്പിട്ട് അതുപോലെ തന്നെ മിക്സ് ചെയ്ത് വെച്ചു. ലാസ്റ്റ് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് സാധാ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ നനച്ച് വെച്ചു. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഇതുപോലെ പുട്ടിൻ്റെ മാവെല്ലാം ഇടകലർത്തി ഇട്ട് കൊടുത്ത് ഒരു 20 മിനിറ്റ് ആവി കയറ്റി എടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള കളർഫുൾ പുട്ട് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാൻ പിന്നില്ലേ എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടം ഇതുപോലെ ചിരട്ടപ്പുട്ടാണ്. അതിന് വേണ്ടിയിട്ട് ചിരട്ട പുട്ടുകുറ്റിയില്ലേ അതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തും അതും ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ലഞ്ച് ബോക്സിലേക്കൊക്കെ പാക്ക് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ, ഇങ്ങനെ ചിരട്ട പുട്ടിൽ കൊടുത്തു വിട്ടാൽ. അപ്പം കുട്ടികൾ പച്ചക്കറിയൊക്കെ കഴിക്കത്തില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പച്ചക്കറിയും വയറ്റിൽ ചെല്ലും, അതുപോലെ പുട്ടും കഴിച്ചോളും. നല്ലൊരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടാനായിട്ട് നിറപറയുടെ പുട്ടുപൊടി യൂസ് ചെയ്ത് നോക്കേ.